ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം 22 22ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ ഭഗവാന്റെ തന്നെ ആജ്ഞയാൽ സനത്കുമാര മുനി പൃഥു ചക്രവർത്തിക്ക് അധ്യാത്മജ്ഞാനം ഉപദേശിക്കുന്നു. മൈത്രേയ ഉവാച. മൈത്രേയ മുനി പറയുന്നു. 1ാമത്തെ ശ്ലോകം. ജനേഷു പ്രഗൃണത്സു ഏവം പൃഥും പൃഥുലവിക്രമം തത്ര ഉപജഗ്മുഹു മുനയഃ ചത്വാരഃ തത്രോപജഗ്മുർമുനയശ്ചത്വാര സൂര്യവർച്ചസഃ. ഏവം ഇപ്രകാരം പൃഥുലവിക്രമം. ഇവിടെ പൃഥുല എന്നതുകൊണ്ട് മഹത്തായ, വിക്രമം എന്നാൽ പരാക്രമി, മഹാപരാക്രമിയായ പൃഥു മഹാരാജാവിനെ ജനേഷു ജനങ്ങളൊക്കെ പ്രഗൃണത്സു ഇങ്ങനെ വാഴ്ത്തി സ്തുതിക്കവേ തത്ര അവിടെ സൂര്യവർച്ചസഃ സൂര്യ തേജസ്വികളായ ചത്വാരഃ മുനയഃ 4 മുനിമാർ ഉപജഗ്മുഹു വന്നു ചേർന്നു. കഴിഞ്ഞ അധ്യായത്തിൽ പൃഥു മഹാരാജാവിനെ എല്ലാവരും സ്തുതിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ തന്നെയാണ് സനത്കുമാരാദികൾ അങ്ങോട്ടേക്ക് വരുന്നത്. ജനേഷു പ്രഗൃണത്സ്വേവം പൃഥും പൃഥുലവിക്രമം തത്രോപജഗ്മുർമുനയശ്ചത്വാര സൂര്യവർച്ചസ. 2ാമത്തെ ശ്ലോകം. താൻസ്തു സിദ്ധേശ്വരാൻ രാജാ വ്യോംനഃ അവതരതഃ അർച്ചിഷാ വ്യോംനോ അവതരതോ അർച്ചിഷാ ലോകാൻ അപാപാൻ കുർവത്യ സ അനുഗഃ അചഷ്ട സാനുഗോ അചഷ്ട ലക്ഷിതാൻ. സ അനുഗഃ അനുചരന്മാരോടുകൂടെ ഇരിക്കുന്ന രാജാവാകട്ടെ വ്യോംനഃ ആകാശത്തിൽ നിന്ന് അവതരതഃ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നവരും ലോകാൻ ഈ ലോകങ്ങളെ അപാപാൻ പാപരഹിതങ്ങളാക്കി കുറുവത്യ തീർക്കുന്നവരും ആയിട്ടുള്ള അവർ അർച്ചിഷ അവരുടെ കാന്തിയാൽ തന്നെ ലക്ഷിതാൻ തങ്ങൾ മഹത്തുക്കളാണെന്ന് അറിയിക്കപ്പെട്ടവരും ആയിട്ടുള്ള താൻ സിദ്ധേശ്വരാൻ ആ യോഗിവര്യന്മാരെ അചഷ്ട കണ്ടു. രാജാവിന് വളരെ സ്പഷ്ടമായിട്ട് ആ 4 ഋഷിമാരും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പതുക്കെ പ്രത്യക്ഷമാകുന്നത് കാണാൻ സാധിച്ചു. താസ്തു സിദ്ധേശ്വരാൻ രാജാ വ്യോമോവതരതോർച്ചിഷ ലോകാനപാപാൻ കുർവത്യ സാനുഗോ അചഷ്ടലക്ഷിത. ആ മഹർഷിമാരെ കണ്ടതിൻ്റെ ആ ആവേശത്തിൽ രാജാവ് എഴുന്നേറ്റ് പോയത് വളരെ മനോഹരമായ ഒരു അലങ്കാരത്തോടുകൂടെയാണ് 3ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിത്സുഹു ഇവ ഉത്ഥിതഃ പ്രത്യാദിത്സുരിവോത്ഥിതഃ സദസ്യാനുഗോ വൈന്യഃ ഇന്ദ്രിയേശോ ഗുണാൻ ഇവ. സദസ്യ അനുഗഃ സ എന്നാൽ കൂടെ, സദസ്യരോടും അനുചരന്മാരോടും കൂടിയിരിക്കുന്ന വൈന്യഃ വേനന്റെ മകനായിട്ട് കണക്കാക്കാവുന്ന പൃഥു മഹാരാജാവ്. ഇനിയാണ് ആ ഉപമ പറയുന്നത്. ഇന്ദ്രിയേശഃ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ഈശനായിട്ടുള്ള
ജീവൻ എങ്ങനെയാണോ ഗുണാൻ ഇവ ഗന്ധാദി വിഷയങ്ങളെ സ്വീകരിക്കാൻ എന്നതുപോലെ തദ്ദർശന ഉദ്ഗതാൻ അവരുടെ ദർശനത്തിങ്കൽ മുന്നോട്ടു പാഞ്ഞുപോയ ഈ ഋഷിമാരെ കണ്ടപ്പോൾ രാജാവിൻ്റെ പ്രാണനും കൂടെ അങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ട് അങ്ങനെ ദർശന ഉത്സുകം ആയിട്ട് മുന്നോട്ടു പാഞ്ഞ പ്രാണാൻ സ്വപ്രാണങ്ങളെ പ്രത്യാദിസുഹു ഇവ തിരികെ കൊണ്ടുവരുന്നതിനോ എന്ന് തോന്നുമാറ് ഉത്ഥിതഃ എഴുന്നേറ്റു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ജീവൻ ഗന്ധാദി വിഷയങ്ങളെ സ്വീകരിക്കാൻ എങ്ങനെ ഉത്സുകനായിരിക്കുന്നുവോ, അവിടെ ഉത്സുകൻ എന്ന് ഒരു പുല്ലിംഗ രീതിയിലാണ് പറഞ്ഞതെങ്കിലും ജീവന് യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ ഭേദമില്ല, എങ്കിലും പറയുമ്പോൾ ഉത്സുകമായിട്ടെന്നതുപോലെ അങ്ങനെ പറയാം. അപ്പോൾ ഗന്ധാദി വിഷയങ്ങളെ സ്വീകരിക്കാനാണ് ജീവൻ എപ്പോഴും ഇങ്ങനെ കുതിക്കുന്നത് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഔത്സുക്യത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ ഇനി മറ്റൊന്നായിട്ട് പറയുകയാണ്, നമ്മുടെ പ്രാണൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ചാടി എഴുന്നേറ്റ് പോകും. എന്നിട്ട് ആ പ്രാണനെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കാൻ എന്നതുപോലെ അറിയാതെ ചാടി എഴുന്നേറ്റ് പോകും. അങ്ങനെയൊക്കെയുള്ള രാജാവിൻ്റെ ആ അവസ്ഥയെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സുകൊണ്ട് ആ ഋഷിമാരെ സ്വീകരിച്ചു അല്ലെങ്കിൽ ബഹുമാനിച്ചു, പിന്നീട് എഴുന്നേറ്റ് പോയിട്ട് അവരെ സ്വീകരിക്കുകയാണ്. തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിത്സുരിവോദ്ധിത സ സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേഷോ ഗുണാനിവ. നാലാമത്തെ ശ്ലോകം. ഗൗരവാദ് യന്ത്രിതഃ സഭ്യഃ പ്രശ്രയാനത കന്ധരഃ വിധിവത് പൂജയാൻ ചക്രേ ഗൃഹീത അധ്യർഹണ ആസനാൻ. ഗൃഹീതാധ്യർഹണാസനാൻ. സഭ്യഃ സഭാമര്യാദകൾ നല്ലതുപോലെ അറിയുന്ന അദ്ദേഹം. അതായത് ഓരോ സ്ഥലത്തും നമ്മൾ എങ്ങനെ പെരുമാറണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാണ് ഔചിത്യബോധം എന്ന് പറയും. ഇവിടെ ഋഷിമാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്രയധികം ആവേശമുണ്ടായി. പക്ഷേ അങ്ങനെ ഒരു ആവേശം എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിക്കരുത് എന്ന അറിവുള്ള അദ്ദേഹം ഗൗരവാത്ത്, ആ ഗൗരവത്താൽ, എന്തൊക്കെ പറഞ്ഞാലും ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭൂമിയുടെ തന്നെ ചക്രവർത്തിയാണ്. അതുകൊണ്ട് ഗൗരവത്താൽ യന്ത്രിതഃ തന്നെ താൻ നിയന്ത്രിച്ചു. അങ്ങനെ നിയന്ത്രിതനായും എന്നാൽ അവരെ വേണ്ട വിധത്തിൽ പൂജിക്കണം. അതിനായിട്ട് പ്രശ്രയാനത കന്ധരഃ. കന്ധരം എന്നാൽ കഴുത്ത്, കഴുത്തങ്ങനെ കുനിച്ചു വെക്കുക. പ്രശ്രയം ആ വിനയഭാവത്താൽ നമ്രശിരസ്കനായും ഭവിച്ച് ഗൃഹീത അധ്യർഹണ ആസനാൻ. ഗൃഹീതം എന്നാൽ സ്വീകരിച്ച്. രാജാവ് കൊടുത്ത എല്ലാ സ്വീകരണങ്ങളെയും സന്തോഷപൂർവം സ്വീകരിച്ചു. അത് എന്തൊക്കെയായിരുന്നു? അർഘ്യം, പാദ്യം, ആസനം, അതായത് കാൽ കഴുകിക്കാനുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളം, ഒപ്പം ആസനം, നല്ലൊരു ഇരിപ്പിടം കൊടുത്തു. ഇങ്ങനെയുള്ള ഉപചാരങ്ങളോടുകൂടി അവരൊക്കെ അത് സ്വീകരിച്ചു. അങ്ങനെ അവരെ വിധിവത് പൂജയാൻ ചക്രേ, അവരുടെ കാൽ കഴുകിച്ചുകൊണ്ട് തന്നെ ആരാധിച്ചു. ഗൗരവാദ്യന്ത്രിത സഭ്യ പ്രശ്രയാനത കന്ധര വിധിവത് പൂജയാൻ ചക്രേ ഗൃഹീതാധ്യർഹണാസന. അഞ്ചാമത്തെ ശ്ലോകം. തത് പാദ ശൗച സലിലൈഹി മാർജിത അളകബന്ധനഃ. തത് പാദ ശൗച സലിലൈർ മാർജിത അളകബന്ധനഃ തത്ര ശീലവതാ വൃത്തം ആചരൻ മാനയൻ ഇവ. ഇങ്ങനെ ആനയിച്ചിരുത്തിയ ആ ഋഷിമാരുടെ പാദശൗച സലിലൈഹി, കാൽ കഴുകിച്ച വെള്ളത്താൽ, ആ തീർത്ഥജലത്താൽ, മാർജിതം കഴുകിയ അളകബന്ധനഃ തൻ്റെ തലമുടി കെട്ട്. അപ്പോൾ
രാജാവ് ആ തീർത്ഥജലം അങ്ങനെ തന്നെ തൻ്റെ തലയിലേക്ക് ഒഴിച്ച് തന്നെയും ശുദ്ധമാക്കി എന്നാണ്. അങ്ങനെ പ്രക്ഷാളനം, നന്നായി കഴുകിയ കേശബന്ധത്തോടുകൂടിയ ആ രാജാവ് തത്ര, ഈ വിഷയത്തിൽ, കാരണം കുറച്ചു മുൻപേ ബ്രാഹ്മണരെ പൂജിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ രാജാവ് പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ടവരാണ് ഇവർ, ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണർ. ആ ബ്രാഹ്മണരെയാണ് ഇവിടെ ഇപ്പോൾ ശുചീകരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്നത്, ആദരിക്കുന്നത്. ഇങ്ങനെ ഈ വിഷയത്തിൽ ശീലവതാം, സജ്ജനങ്ങളുടെ വൃത്തം, ആചാരത്തെ മാനയൻ, മാനിച്ചുകൊണ്ട് ആചരൻ, അങ്ങനെ ആചരിക്കുന്നവൻ ഇവ എന്ന് തോന്നുമാറ് പ്രവർത്തിച്ചു. അതായത് രാജാവ് വെറുതെ ഉപദേശിക്കുക മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും കൂടെ ചെയ്യുന്നു. അതിനെയാണ് ആചരണം എന്ന് പറയുന്നത്. പറയാൻ വളരെ എളുപ്പമാണ്, നമുക്ക് എന്ത് കാര്യവും പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതേ കാര്യം സ്വന്തം ജീവിതത്തിൽ ആചരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ രാജാവ് പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങൾ പറഞ്ഞ് തീരുന്നതിന് മുൻപേ തന്നെ ആചരിച്ച് കാണിക്കാനും അദ്ദേഹത്തിന് അവസരമുണ്ടായി എന്നതാണ്. അത് അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്തു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. തത്പാദശൗചസലിലൈർമാർജിതാളകബന്ധന തത്ര ശീലവതാം വൃത്തമാചരൻ മാനയൻ ഇവ. ആറാമത്തെ ശ്ലോകം. ഹാടകാസന ആസീനാൻ സ്വധിഷ്ണ്യേഷു ഇവ പാവകാൻ ശ്രദ്ധാ സംയമ സംയുക്തഃ പ്രീതഃ പ്രാഹ ഭവാഗ്രജാൻ. സ്വധിഷ്ണ്യേഷു, അവനവന് കൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ഉജ്ജ്വലിക്കുന്ന പാവകാൻ ഇവ, അഗ്നികളോട് എന്ന പോലെ. ഇവിടെ അഗ്നികൾ പോലും പല വിധത്തിലുണ്ട് എന്നാണ്. അപ്പോൾ ആ അഗ്നികൾക്കൊക്കെ അവരുടേതായ ഓരോ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ കൽപ്പിച്ചരുളിയ സ്ഥാനങ്ങളുണ്ട്. അവിടെ നിന്ന് ജ്വലിക്കുന്ന അഗ്നികളോട് എന്നതുപോലെ. അങ്ങനെ പറയാൻ കാരണം ഇവർ സ്വതവേ തന്നെ അഗ്നിസ്വരൂപികളാണ്, അത്രയും തേജസ്സുള്ളവരാണ്. അതിൻ്റെ കൂടെ അവരെ ഇരുത്തിയിരിക്കുന്നത് ഹാടകാസനെ, ഹാടകം എന്നാൽ സ്വർണം, സ്വർണപീഠത്തിലാണ് അവരെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ അഗ്നിക്ക് നിയതമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥാനത്തിരുന്ന് അങ്ങനെ ജ്വലിക്കുന്നത്, അതുപോലെ ആയിത്തീർന്നു ഈ ഋഷിമാർ സ്വർണ സിംഹാസനത്തിൽ ഇരുന്ന് ജ്വലിക്കുന്നത്. ഇങ്ങനെ സ്വർണപീഠത്തിൽ ആസീനാൻ, ഇരുന്ന് അരുളുന്നവരും. ഇനി പറയുന്നു ഈ സനകാദികൾ ഭവ അഗ്രജാൻ, ഭവൻ ശ്രീരുദ്രൻ, ശ്രീരുദ്രന്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ് സനകാദികൾ. ഈ സമയത്ത് നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണ് ഓർക്കേണ്ടത്. സൃഷ്ടി ചെയ്യാൻ ഭഗവാൻ ആവശ്യപ്പെട്ട സമയത്ത് ആദ്യം മാനസപുത്രന്മാരായി സൃഷ്ടിച്ചത് സനകാദികളെയാണ്. അവരോട് സൃഷ്ടി ചെയ്യാൻ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് സാധിക്കില്ല, തങ്ങൾ യോഗമാർഗത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ വാക്കിനെ ധിക്കരിച്ച ആ സനകാദികളോട് ഉണ്ടായ കോപം അടക്കി വെച്ചപ്പോഴാണ് ആ ഭ്രൂമധ്യത്തിൽ നിന്ന് എന്നതുപോലെ രുദ്രൻ പുറത്തേക്ക് വന്നത്. ഈ കാര്യം നമ്മൾ മുന്നേ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് രുദ്രന്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ സനകാദികളോട് പ്രീതഃ, സന്തുഷ്ടനായിട്ട്, ശ്രദ്ധ സംയമ സംയുക്തഃ, ശ്രദ്ധയോടുകൂടെ ആചരിക്കുന്നത് വെറുതെ ഒരു പ്രദർശനമല്ല, ആ വന്നിരിക്കുന്ന അവരുടെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇനി പറയാൻ പോകുന്ന വാക്കുകൾ അത്രയും വിശ്വാസത്തോടെ എടുക്കും എന്നതിനാൽ അത്രയും ശ്രദ്ധയോടെ, എന്നാൽ ആവേശം കാണിക്കുന്നില്ല. മഹാത്മാക്കളെ കാണുമ്പോൾ ആവേശപൂർവം, നമ്മളൊരു സിനിമ നടനെയോ നടിയെയോ ഒക്കെ കാണുമ്പോഴുള്ള ആവേശത്തോടു കൂടെ പോയി ഓടിപ്പിടിച്ച് അങ്ങനെയൊന്നും ഇത്തരം മഹാത്മാക്കളുടെ അടുത്ത് കാണിക്കരുത്. അതുകൊണ്ടാണ് ആത്മനിയന്ത്രണത്തോടെ
എന്നാൽ ബഹുമാനമൊക്കെ ഉള്ളിലുണ്ട്. അങ്ങനെ ആത്മനിയന്ത്രണത്തോടും കൂടിയവനുമായിട്ട് ഇപ്രകാരം പൃഥു മഹാരാജാവ് പറഞ്ഞു. ഹഠകാസനാസീനാൻ സ്വധിഷ്ണേ ശിവപാവകാൻ ശ്രദ്ധാ സംയമ സംയുക്ത പ്രീതപ്രാഹ ഭവാഗ്രജ. പൃഥുഃ ഉവാച. പൃഥുരുവാച. ഏഴാമത്തെ ശ്ലോകം. അഹോ ആചരിതം കിം മേ മംഗളം മംഗളായനാഃ യസ്യ വോ ദർശനം ഹി ആസീത് ദുർദർശാനാം ഹ്യാസീത് ദുർദർശാനാം ച യോഗിഭിഃ. മംഗളായനാഃ, മംഗളങ്ങൾക്ക് ആശ്രയഭൂതന്മാരായ പുണ്യാത്മാക്കളെ, അതായത് മംഗളാത്മാക്കൾ, അവർ എവിടെ ചെന്നാലും ചെല്ലുന്നവർക്കു കൂടെ മംഗളം ഭവിക്കും. ഇങ്ങനെയുള്ള അല്ലയോ പുണ്യാത്മാക്കളെ, അഹോ ആശ്ചര്യം. കിം മംഗളം മേ ആചരിതം, എന്ത് ശുഭകർമ്മമാണ് മേ എന്നാൽ ആചരിതം ആചരിക്കപ്പെട്ടത്, ചെയ്യപ്പെട്ടത്. നിങ്ങളെ പോലുള്ളവരെ കാണാൻ മാത്രം എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത്. യോഗിഭിഹി ച, യോഗികൾക്ക് പോലും ദുർദർശാനാം, നിങ്ങളുടെ ദർശനം അത്ര സുലഭമല്ല. അങ്ങനെ പെട്ടെന്നൊന്നും ദർശനം ലഭിക്കാത്ത നഹ, നിങ്ങളുടെ ദർശനം, ആ സാക്ഷാത്കാരം എനിക്ക് നേരിട്ടിങ്ങനെ കാണാൻ സാധിച്ചുവല്ലോ. യസ്യ, യാതൊരു എനിക്ക് ആസീത്, അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായല്ലോ. അഹോ ആശ്ചര്യം തന്നെ. എന്ത് പുണ്യം ചെയ്തിട്ടാണ് നിങ്ങളെ പോലുള്ളവരുടെ ദർശനം എനിക്ക് ലഭിച്ചത് എന്നാണ് പൃഥു മഹാരാജാവ് ആദ്യം തന്നെ അഭിവാദനം ചെയ്തുകൊണ്ട് പറയുന്നത്. അഹോ ആചരിതം കിം മേ മംഗളം മംഗളായനാഃ യസ്യ വോ ദർശനം ഹ്യാസി ദുർദർശാനാം ച യോഗിഭിഃ. താൻ എന്ത് പുണ്യമാണ് ചെയ്തത് എന്ന് ചിന്തിച്ച രാജാവ് പിന്നീട് ഒരു പക്ഷേ ഞാൻ ബ്രാഹ്മണരെ അത്യധികമായിട്ട് പൂജിച്ചതുകൊണ്ട്, അവർ പ്രസാദിച്ചതുകൊണ്ടാകാം എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചത് എന്ന് സ്വയം കരുതുകയാണ്. അതാണ് എട്ടാമത്തെ ശ്ലോകം. കിം തസ്യ ദുർലഭതരം ഇഹ, ദുർലഭതരമിഹ ലോകേ പരത്ര ച യസ്യ വിപ്രാഹ പ്രസീദന്തി ശിവഃ ശിവോ വിഷ്ണുഃ ച വിഷ്ണുശ്ച സ അനുഗഃ സാനുഗഃ. വിപ്രാഹ, ബ്രാഹ്മണരും, സ അനുഗഃ, അനുചരന്മാരോടുകൂടിയ, ശിവഃ വിഷ്ണുഃ ച, ശിവനും വിഷ്ണുവും, യസ്യ പ്രസീദന്തി, ആരിലാണോ പ്രസാദിക്കുന്നത്, തസ്യ, അങ്ങനെയുള്ളവർക്ക്, ഇഹലോകേ, ഈ ലോകത്തിലും, പരത്രച, പരലോകത്തിലും, ദുർലഭതരം കിം, ദുർലഭമായിട്ട് എന്താണ് ഉള്ളത്. യാതൊരുവനിലാണോ ബ്രാഹ്മണർ സന്തുഷ്ടരാകുന്നത് അവനിൽ വിഷ്ണുവും ശിവനുമെല്ലാം പ്രസാദിക്കുന്നു. ഇങ്ങനെ ഇവരുടെ എല്ലാം പ്രസാദം സിദ്ധിച്ച ഒരാൾക്ക് ഈ ലോകത്തിലും പരലോകത്തിലും അസാധ്യമായിട്ട് ഒന്നുമില്ല. കിം തസ്യ ദുർലഭതരമിഹ ലോകേ പരത്ര ച യസ്യ വിപ്രാ പ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുഗ. ഒൻപതാമത്തെ ശ്ലോകം. ന ഏവ നൈവ ലക്ഷയത്തെ ലോകഃ ലോകോ ലോകാൻ പര്യടതഃ അപി പര്യടതോപി യാൻ യഥാ സർവദൃശം സർവ ആത്മാനം യേ അസ്യ ഹേതവഃ. യഥാ, എപ്രകാരമാണോ, സർവദൃശം, എല്ലാം കാണുന്ന, ആത്മാനം, പരമാത്മാവിനെ, സർവേ, എല്ലാവരും, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ന ലക്ഷയത്തെ, കാണുന്നില്ല. പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. എല്ലാറ്റിനും സാക്ഷിയാണ്. പരമാത്മാവിന് അറിയാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല. എന്നാൽ
ഇത്ര തൊട്ടടുത്ത് നമ്മുടെയൊക്കെ ജീവനായിട്ടിരുന്നിട്ടും നമുക്കാർക്കും ആ പരമാത്മാവിനെ അറിയാൻ സാധിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് യോഗികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഈ ലോകത്തിൽ സർവത്ര സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ലോകങ്ങളെ മുഴുവൻ പര്യടതഃ ചുറ്റി സഞ്ചരിക്കുന്നവരാണെങ്കിലും അങ്ങനെയാണെങ്കിൽ പോലും യാതൊരു ഭവാന്മാരെ പോലെയുള്ളവരെ ലോകത്തിലെ സാധാരണ ആളുകൾ ലോകഃ നയേവ ലക്ഷയതേ ദർശിക്കുന്നതേയില്ല. എന്നാൽ അതേസമയം ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ദർശനം കൊണ്ടാണ് നമുക്ക് ആത്മദർശനമുണ്ടാകുന്നത്. അതായത് ആ ദർശനത്തിലൂടെ കിട്ടുന്ന പ്രസാദത്താലാണ്, ഗുരുപ്രസാദത്താലാണ് നമ്മുടെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിലെല്ലാം ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരനെ കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ മഹാത്മാക്കൾ യാതൊരു ഭവാന്മാരാണോ അസ്യ പരമാത്മാവിനെ കാണുന്നതിന് ഹേതവഃ കാരണഭൂതന്മാരായിട്ടിരിക്കുന്നത്. എന്നാൽ അങ്ങയെ പോലെ ഉള്ളവരെയും നിങ്ങളെ പോലെ ഉള്ളവരെയും നിങ്ങളുടെയൊക്കെ പ്രസാദത്താൽ കാണാൻ നമുക്ക് സാധിക്കുന്ന ഈശ്വരനെയും പരമാത്മാവിനെയും വെറുതെ ആർക്കും കണ്ടുകിട്ടുകയില്ല. അത് എല്ലായിടത്തുമുണ്ട്. സകല ജീവജാലങ്ങളിലും ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. എന്നിട്ടും നമുക്ക് അറിയാനോ അനുഭവിക്കാനോ സാധിക്കുന്നില്ല. കാരണം നിങ്ങളെ പോലെയുള്ളവരുടെ പ്രസാദമില്ലാത്തത് കൊണ്ടാണ്. നൈവ ലക്ഷയതേ ലോകോ ലോകാൻ പര്യടതോപി യാൻ യഥാ സർവദൃശം സർവ ആത്മാനം യസ്യ ഹേതവ. 10ാമത്തെ ശ്ലോകം. അധനാ അപി തേ ധന്യാഃ സാധവഃ സാധവോ ഗൃഹമേധിനഃ യദ്ഗൃഹാ ഹി അർഹവര്യ അംബു തൃണ ഭൂമി ഈശ്വര അവരാഹ ഹി അർഹവര്യാംബു തൃണ ഭൂമീശ്വര അവരാഹ. യദ്ഗൃഹാഹ ആരുടെ ഗൃഹങ്ങൾ ഹി ആണോ അർഹവര്യ സമ്പൂജ്യന്മാരായ ഇത്തരം ഗുരുവര്യന്മാർക്കു വേണ്ടി അവരെ സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ടുന്ന അമ്പു വെള്ളവും തൃണം പുൽപ്പായ അതുപോലെ ഭൂമി അവർക്കിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിനാണ് ഇവിടെ ഭൂമി എന്ന രീതിയിൽ പറയുന്നത്. എന്നിട്ട് അവരെ പൂജിക്കുന്ന ഈശ്വര അവരാഹ സ്വാമിയും ഭൃത്യന്മാരും. ഒരു ഗൃഹനാഥന് കൂടെ തന്നെ സഹായിക്കുന്ന ഭൃത്യന്മാരുണ്ടെങ്കിൽ അവരടക്കം ഇങ്ങനെ വരുന്ന ഗുരുക്കന്മാരെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ, അവരെ നന്നായി സ്വീകരിച്ച് ആദരിക്കുകയാണെങ്കിൽ തേ സാധവഃ അങ്ങനെയുള്ള ആ സജ്ജനങ്ങൾ, സാധവഃ ഗൃഹമേധിനഃ സജ്ജനങ്ങളായ ഗൃഹസ്ഥന്മാർ, അധനാഹ അപി ഒരു പക്ഷേ അവർക്ക് ബാഹ്യമായ ധന സമൃദ്ധിയൊന്നും ഉണ്ടാവുകയില്ല എങ്കിൽ പോലും അധനാഹ അപി അവർ ധന്യാഹ ധന്യന്മാരാകുന്നു. മനസ്സുകൊണ്ടവർ ധനികരാണ്. ഇത്തരത്തിലുള്ള ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം വരികയും അത് ജീവിതത്തിൽ പകർത്തണം എന്ന് തോന്നുകയും ചെയ്യണമെങ്കിൽ പോലും അത്രയും വലിയ പുണ്യം ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവരുടെ കൺമുന്നിൽ ഇങ്ങനെയുള്ള അറിവുകൾ കണ്ടാൽ പോലും അതൊന്ന് കേൾക്കണം എന്ന് തോന്നുകയുള്ളൂ. അല്ലാത്തവർ ഇനി ഒരു പക്ഷേ ഈശ്വര വിശ്വാസികളായാൽ പോലും ഇതൊന്നും നമുക്കുള്ളതല്ല, ഇതൊന്നും നമ്മൾ പഠിക്കേണ്ടതല്ല, ഇതൊന്നും പഠിച്ചാൽ എനിക്ക് മനസ്സിലാവുകയില്ല എന്ന് ആദ്യമേ ഒരു തീർപ്പ് കൽപ്പിച്ച് വിളക്ക് കത്തിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, അമ്പലത്തിൽ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം വരാനും പൂർവജന്മ പുണ്യം വേണം, അല്ല എന്നല്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ആർക്കും സുഖമായി ജീവിക്കാൻ സാധിക്കില്ല. സുഖമായി എന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തി ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനോബലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആധ്യാത്മിക അറിവുകൾ നേടണം.
അല്ലാതെ വിളക്ക് കത്തിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതോ കൊണ്ടോ മാത്രം നമുക്ക് മനോബലം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അല്പവിശ്വാസം നമുക്ക് മനോബലത്തെ തരാത്തത്. മാത്രമല്ല, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തിടത്തോളം അവർ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു ദുരന്തം, അതായത് സഹിക്കാൻ പറ്റാത്തൊരു ദുരന്തം വന്നാൽ അവർ ഈശ്വരനെ തള്ളിപ്പറയാൻ പോലും മടിക്കുകയില്ല. ഇത്രയും നാൾ വിളക്ക് കത്തിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്താ കാര്യം എന്ന് സ്വയം ചിന്തിക്കുകയും അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ശരിയാണ്, ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല എന്ന് അവർ ഒരു മടിയുമില്ലാതെ പറയുകയും ചെയ്യും. അതിനെല്ലാം കാരണം ഇത്തരത്തിലുള്ള ആധ്യാത്മിക അറിവുകൾ ഇല്ലാത്തതാണ്. അപ്പോൾ വിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രം ആയില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഈശ്വരനെ നമുക്ക് അനുഭവിച്ചറിയാനെങ്കിലും സാധിക്കണം. കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നത് നമ്മുടെ ആ പൂർവജന്മ പുണ്യവും ഗുരുപ്രസാദവും ഒക്കെയാണ്. പക്ഷെ അനുഭവിക്കാനെങ്കിലും സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനെങ്കിലും സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകൾ കൂടിയേ തീരുള്ളൂ. അങ്ങനെ ഒരു അറിവും കൂടെ ഉണ്ടായാൽ മാത്രമേ ഇത്തരം ആധ്യാത്മിക ആചാര്യന്മാരെ സമീപിക്കേണ്ടതിൻ്റെയും അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുൻപ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഗുരുക്കന്മാരുടെ ലക്ഷണം. അത് വളരെ കൃത്യമായിട്ട് നമുക്കറിയണം. ഒരാൾക്കൊരാശ്രമം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ആരും ഗുരു ആയിത്തീരുന്നില്ല. അതേസമയം ഒരു സാധാരണ ഗൃഹസ്ഥനായിട്ടിരുന്നാലും നമുക്ക് ആ ആളിൻ്റെ സാന്നിധ്യത്തിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഗൃഹസ്ഥൻ ഒരു സന്യാസിയേക്കാളും, അതായത് സന്യാസി വസ്ത്രം സ്വീകരിച്ച് ഇരിക്കുന്നവരെക്കാളും ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് ഗുരുക്കന്മാരെ തിരിച്ചറിയാനും കൂടെ അറിവ് നേടണം. ആ അറിവും ഇത്തരത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ എല്ലാ അറിവും നേടിക്കൊണ്ട് ഇങ്ങനെയുള്ള ആധ്യാത്മികാചാര്യന്മാരെ പൂജിക്കാനും അവരെ ഗൃഹത്തിൽ ക്ഷണിച്ചു വരുത്തി അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാനും സാധിക്കണമെങ്കിൽ അത്രയും പൂർവജന്മ പുണ്യം ഉണ്ടാവണം. അങ്ങനെയുള്ളവർ ഒരു പക്ഷേ ധനികരല്ലെങ്കിൽ പോലും ഭഗവാന്റെ കണ്ണിൽ അവരാണ് ഏറ്റവും വലിയ സമ്പന്നർ. അധനാ അപി തേ ധന്യാ സാധവോ ഗൃഹമേധിന യഗൃഹാഹ്യർഹവര്യാ പുത്രിണ ഭൂമീശ്വരവര. ഇനി പുണ്യജനങ്ങളെ ആദരിക്കാൻ സാധിക്കാത്തവരുടെ ഗൃഹങ്ങൾ സമ്പന്നമാണെങ്കിൽ പോലും അത് പാമ്പിന്റെ മാളങ്ങൾക്ക് തുല്യമാണ്. 11ാമത്തെ ശ്ലോകം. വ്യാളാലയ ദ്രുമ വൈ തേ അപി അരിക്ത അഖില സമ്പദഃ തേ അപ്യരിക്ത അഖില സമ്പദഃ യദ്ഗൃഹാഃ തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിതാഃ യദ്ഗൃഹാസ്തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിതാഃ. യദ്ഗൃഹാഃ യാതൊരു ഗൃഹങ്ങളാണോ, തീർത്ഥപാദീയ ഏതൊരു മഹാത്മാവിൻ്റെ പാദം കഴുകിയ വെള്ളമാണോ തീർത്ഥമാകുന്നത്, അങ്ങനെയുള്ളവരാണ് തീർത്ഥപാദീയന്മാർ. വെറുതെ ആരുടെയും കാൽ കഴുകി വെള്ളം കുടിക്കണമെന്നോ അല്ലെങ്കിൽ വീട്ടിൽ വെക്കണമെന്നോ എന്നല്ല പറയുന്നത്. നേരത്തെ പറഞ്ഞ ബ്രാഹ്മണോത്തമന്മാർ, ശരിക്കും ഭഗവാനെ അറിഞ്ഞനുഭവിക്കുന്നവരുടെ പാദതീർത്ഥമാണ് നമ്മുടെ വീടുകളിൽ ഒഴുകേണ്ടത്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അത് ചെയ്യണം. അങ്ങനെയുള്ളവരുടെ പാദതീർത്ഥ വിവർജിതാഹ, ആരുടെ പാദതീർത്ഥമാണോ ഇല്ലാത്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാത്ത വീടുകൾ, തേ അവ അരിക്ത അഖില സമ്പദഃ സർവസമ്പത്തുകളും അരിക്തം വിട്ടൊഴിയാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും സമ്പന്നത എന്ന് വെച്ചാൽ ഭൗതികമായ സമ്പത്തുണ്ടെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ വ്യാളാലയ ദ്രുമാഹ, വ്യാളം പാമ്പുകൾ പാർപ്പുറപ്പിച്ചിരിക്കുന്ന ദ്രുമാഹ വെറും മരപ്പൊത്തുകൾ വൈ മാത്രമാണല്ലോ.
ഇതുവരെ ഒരു മഹാത്മാവും വന്നിട്ടില്ലാത്ത ഗൃഹങ്ങളെല്ലാം അങ്ങനെയാണ് എന്നല്ല, പക്ഷേ അങ്ങനെ ഭാഗ്യം ലഭിച്ചാൽ വളരെ പുണ്യമാണ്. അതേസമയം നമ്മളായിട്ട് തന്നെ ഭഗവാനെ പൂജിച്ച് ആ പ്രസാദം, അതിനുള്ള ശ്ലോകമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ആ ശ്ലോകം ചൊല്ലിയ തീർത്ഥമെങ്കിലും നമ്മുടെ വീടുകളിൽ ഒഴുകിയാലും മതിയാകും. മഹാത്മാക്കളുടെ പാദതീർത്ഥത്തിന്റെ ആ മഹാത്മ്യത്തെ പറയാനാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആരും വന്നില്ലെങ്കിൽ വീട് പാമ്പിന്റെ മാളമാണ് എന്ന് കരുതേണ്ടതില്ല. നമ്മുടെ അടിയുറച്ച ഭക്തി വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന, മന്ത്രം, ഇതൊക്കെ ഇതിനാൽ മുഖരിതമാകുന്ന ഗൃഹങ്ങളും സമ്പന്നമാണ്. എല്ലായ്പ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള മന്ത്രജപത്താലോ സാധനയാലോ ധ്യാനത്താലോ അല്ലെങ്കിൽ സ്തോത്രാലാപനത്താലോ പുരാണ പാരായണത്താലോ നമ്മുടെ വീടുകൾ ധന്യമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഇങ്ങനെയുള്ള ആധ്യാത്മിക ആചാര്യന്മാരെ വീട്ടിലേക്ക് വിളിച്ച് ആദരിച്ച് പൂജിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മഹത്വം കാണിക്കാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പൂജയും നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള എല്ലാ അറിവും നേടിക്കൊണ്ടുള്ള ഭജനയും ഈശ്വര ആരാധനയും നമ്മുടെ ഗൃഹങ്ങളെ സമ്പന്നമാക്കും. വ്യാളാലയ ദ്രുമാവൈതേപ്യരിക്താഖില സമ്പദ യദ്ഗൃഹാസ്തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിത. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.